മജല്ലത്തു ബിഹത്തിൽ യദി. കയ്യെഴുത്തു മാസിക എന്നാണ് പാഠത്തിന്റെ ഹെഡിങ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ പാഠത്തിലൂടെ എന്താണ് മനസ്സിലാക്കുന്നത്? മുൻഫസിൽ ലൊമീറുകളാണ് നമ്മളിവിടെ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ പാഠഭാഗത്തിൽ ചുവപ്പ് കളറിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് പാഠം വായിക്കാം, മനസ്സിലാക്കാം. അസ്തികായി, എന്റെ കൂട്ടുകാരെ. അസ്തികായി, എന്റെ കൂട്ടുകാരെ. അന ജാബിറുൻ, അന ചേർക്കുന്നതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ജാബിറാണ്. ഉഹിബ്ബുൽ ഖിറാഅത്ത, ഉഹിബ്ബുൽ ഖിറാഅത്ത, ഞാൻ വായനയെ ഇഷ്ടപ്പെടുന്നു. ഞാൻ വായനയെ ഇഷ്ടപ്പെടുന്നു. അൽ യൗമ നഹ്നു നുഇദ്ദു മഅൻ മജ്ജലതൻ മക്തൂബതൻ ബിഹത്തി യദി. ഇന്ന് ഞങ്ങള് ഒരു കയ്യെഴുത്തു മാസിക തയ്യാറാക്കുന്നു. അന്ത യാസിറുൻ വഅന്തി ഫാത്തിമത്തു കിതാബത്തുകുമാ ജമീലത്തുൻ. അന്ത യാസിറുൻ, നീ യാസിറാണ്. വഅന്തി ഫാത്തിമത്തു, നീ ഫാത്തിമയാണ്. കിതാബത്തുകുമാ ജമീലത്തുൻ, നിങ്ങൾ രണ്ടുപേരുടെയും എഴുത്ത് മനോഹരമാണ്. നിങ്ങൾ രണ്ടുപേരുടെയും എഴുത്ത് മനോഹരമാണ്. അന്തുമാ തക്തുബാനി ഫിൽ വറക്കത്തി, എന്താണ്? നിങ്ങൾ രണ്ടുപേരും പേപ്പറിൽ എഴുതുന്നു. നിങ്ങൾ രണ്ടുപേരും പേപ്പറിൽ എഴുതുന്നു. യാ സാലിമു വ നബീലു വ നിഹാലു അന്തും തജ്മഊനൽ അക്ലാമ വ അൽവാന. എന്താ പറയുന്നത് ഇവിടെ? സാലിമേ, നബീലെ, നിഹാലെ, നിങ്ങൾ പേനകളും കളറുകളും, പേനകളും അൽവാൻ കളറുകളും എന്താണ് ശേഖരിക്കണം. സാലിമുൻ നബീലും നിഹാലിനോടും നിങ്ങള് കളർ പേനകൾ ശേഖരിക്കണം എന്ന് പറയണം. യാ ഹാദിയത്തു വ നൂറത്തു വ റമീസത്തു അൻതുന്ന തുസമ്മിംനൽ ഇലാഫ. മിംനൽ ഇലാഫ എന്താ പറയുന്നത്? ഹാദിയ, നൂറ, റമീസ, നിങ്ങൾ പുസ്തക ചട്ട പൊതിയുന്നു. പുസ്തകത്തിന്റെ ചട്ട പൊതിയുന്നു. ഹുവ റാഷിദുൻ വഹിയ സൈനബു യുഹിബ്ബാനി തൽവീന. ഇത് റാഷിദും ഇത് സൈനബയുമാണ്. ഇവർ രണ്ടുപേരും കളർ നൽകൽ ഇഷ്ടപ്പെടുന്നു. ഇവർ രണ്ടുപേരും കളർ നൽകൽ ഇഷ്ടപ്പെടുന്നു. ഹുമായുലവിനാനി സഫഹാത്തി, ഇവർ രണ്ടുപേരും പേജുകൾ കളർ നൽകുന്നു. ഹുനാ തുല്ലാബുൻ ഹും യഖ്തഊനൽ ഔറാഖ്, എന്താണ്? ഇവിടെ വിദ്യാർത്ഥികളുണ്ട്, അവർ പേപ്പറുകൾ മുറിക്കുന്നു. ഹുനാക തോലിബാത്തുൻ ഹുന്ന യർസുംന സൂറ, അവിടെ വിദ്യാർത്ഥികളുണ്ട്, അവർ ചിത്രങ്ങൾ വരയ്ക്കുന്നു. അപ്പൊ ഇവിടെ കയ്യെഴുത്തു മാസിക തയ്യാറാക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഓരോ വിദ്യാർത്ഥികളും ചെയ്യുന്ന ഓരോ വർക്കുകൾ പറയുകയാണ് ഇവിടെ. അപ്പൊ അത് നന്നായി മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ വന്നത് എന്താണ്? മുൻഫസിൽ ലൊമീറുകളാണ്. അതൊക്കെ നമുക്കിവിടെ റെഡ് കളറിൽ തന്നിട്ടുണ്ട്. അപ്പോ എന്താണ് ഈ മുൻഫസിലായ ലൊമീർ എന്ന് പറഞ്ഞാല്? പദങ്ങളോട് ചേർന്ന് വരാത്ത ലൊമീറുകളാണ് മുൻഫസിലായ ലൊമീർ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വേർഡ്സുകളൊക്കെ തന്നിട്ടുണ്ട്. അന്ത യാസിർ, എന്താ ഇവിടെ പറയുന്നത്? അന്ത യാസിർ, നീ യാസിറാണ്. നമുക്ക് താഴോട്ട് വായിക്കാം. അന്തി ഫാത്തിമത്തു, നീ ഫാത്തിമയാണ്. നീ ഫാത്തിമയാണ്. ഹുവ റാഷിദുൻ, ഹുവ, അവൻ റാഷിദാണ്. അവൻ റാഷിദാണ്. ഹിയ സൈനബുൻ, ഹിയ സൈനബുൻ, അവൾ സൈനബാണ്. അപ്പോ ആണിന്റെ പേരിനാണ് ഹുവ, പെണ്ണിന്റെ പേരിനാണ് ഹിയ ചേർക്കുക. മനസ്സിലാക്കട്ടാ.
അവൾ, അവൻ എന്ന് അർത്ഥം മനസ്സിലാക്കാം. അടുത്തതാ അന്തുമ. അന്തുമ തക്തുബാനി. അന്തുമ തക്തുബാനി, നിങ്ങൾ രണ്ടുപേരും എഴുതുന്നു. അന്തുമ, നിങ്ങൾ രണ്ടുപേരും. അന ജാബിർ, ഞാൻ ജാബിറാണ്. ഹുമാ യുലവ്വിനാനി. ഹുമാ യുലവ്വിനാനി, അവർ രണ്ടുപേരും കളർ നൽകുന്നു. അവർ രണ്ടുപേരും കളർ നൽകുന്നു. ഹുന്ന ഇർസുംന. ഹുന്ന ഇർസുംന എന്താണ്? അവർ ചിത്രം വരയ്ക്കുന്നു. ഹുന്ന സ്ത്രീകളായതുകൊണ്ടാണ് അവർ ചിത്രം വരയ്ക്കുന്നു. ഇവിടെ ഹുമ എന്ന് വന്നത് പുരുഷന്മാരായതുകൊണ്ടാണ്. ഹുന്ന എന്ന് വന്നത് സ്ത്രീകൾക്ക് ആയതുകൊണ്ടാണ് അവർ ചിത്രം വരയ്ക്കുന്നു. അടുത്തതാ അന്തും തജ്മഊന, നിങ്ങൾ ശേഖരിക്കുന്നു. നഹ്നു നൊയ്തു, നാം തയ്യാറാക്കുന്നു. നഹ്നു നൊയ്തു, നാം തയ്യാറാക്കുന്നു. ഞങ്ങൾ തയ്യാറാക്കുന്നു എന്നും പറയാം. ഞങ്ങൾ തയ്യാറാക്കുന്നു മനസ്സിലാക്കുക. ഹും യക്തഊന. ഹും യക്തഊന എന്താണ്? അവർ മുറിക്കുന്നു. അവർ മുറിക്കുന്നു. പുരുഷന്മാരായതുകൊണ്ടാണ് അവർ മുറിക്കുന്നു എന്ന് പറയുന്നത്. അതായത് രണ്ടിൽ കൂടുതൽ പേരുണ്ട് അവര്, അതുകൊണ്ടാണ് ഹും. അടുത്തതാ അന്തുന്ന തുസമ്മിംന. അന്തുന്ന സ്ത്രീകൾ, അവർ നിങ്ങൾ, നിങ്ങൾ കവർ ഒട്ടിക്കുന്നു. അന്തുന്ന തുസമ്മിംന, നിങ്ങൾ കവർ ഒട്ടിക്കുന്നു. അപ്പൊ ഇവിടെ ഹും എന്ന് പുരുഷന്മാര് ആയതുകൊണ്ട്, ഹുന്ന എന്നാല് സ്ത്രീകൾ. അപ്പൊ ഇവിടെ അവർ രണ്ടിൽ കൂടുതൽ പേരുണ്ട് സ്ത്രീകൾ. അതുപോലെ പുരുഷന്മാര് രണ്ടിൽ കൂടുതൽ പേരുണ്ട്, അതുകൊണ്ടാണ് അവർ എന്നും നിങ്ങൾ എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കാം. അടുത്ത എന്താണ്? നസില് ബി മുനാസിബി. അപ്പൊ നമുക്ക് ഇവിടെ യോജിച്ചത് ചേർത്ത് കൊടുക്കണം. ബനാത്തുൻ. ബനാത്തുൻ എന്നതിനോട് യോജിച്ച് വരുന്നത് എന്താണ്? ഹുന്ന. ഹുന്ന, അവർ പെൺകുട്ടികളാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കാം. ബനാത്തുൻ ഹുന്ന, അവർ പെൺകുട്ടികളാണ്. അടുത്തതാ ബിന്തുൻ. ബിന്തുൻ എന്നത് ഏതിലേക്കാണ്? ഹിയ. ബിന്തുൻ ഹിയ. ഹിയ ബിന്തുൻ, അവൾ പെൺകുട്ടിയാണ്. ഹിയ ബിന്തുൻ, അവൾ പെൺകുട്ടിയാണ്. തക്തുബാനി ഹുമ, അവർ രണ്ടുപേരും എഴുതുന്നു. ഹുമ, അവർ രണ്ടുപേരും എഴുതുന്നു. തക്തുബാനി മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ഹുവ. ഹുവ യാസിറുൻ, അവൻ യാസിറാണ്. ഹുവ യാസിറുൻ, അവൻ യാസിറാണ്. അടുത്തതാ ഹുമാ. ഹുമാ ബിന്താനി. ഹുമാ ബിന്താനി, രണ്ട് പെൺകുട്ടികൾ. ഹുമാ, രണ്ട് പെൺകുട്ടികൾ എന്ന് മനസ്സിലാക്കാം. അടുത്തത് ഹും അബ്നാഉൻ, അവ രണ്ടുപേരും ആൺകുട്ടികളാണ്. ഹും അബ്നാഉൻ, അവ രണ്ടുപേരും ആൺകുട്ടികളാണ്. അപ്പോ മനസ്സിലാക്കാം, എന്നിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് എന്താണ് വരുന്നത്? ലമീറുകൾ കണ്ടെത്തി അവ ഉദാഹരണത്തിലേത് പോലെ എഴുതാനാണ്. ഇവിടെ ഉഹിബ്ബു അന എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതിലേക്ക് എഴുതി കൊടുക്കണം. എന്ത് എഴുതാം നമുക്ക്? ഇവിടെ ഉഹിബ്ബു ഇഷ്ടപ്പെടുന്നു, അന ഞാൻ, ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അന എന്ന ലമീർ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തെന്താണ്? നൊയ്തു തയ്യാറാക്കാം. അപ്പോ നഹ്നു. നഹ്നു നൊയ്തു, നമുക്ക് തയ്യാറാക്കാം. നഹ്നു നൊയ്തു, നമുക്ക് തയ്യാറാക്കാം. അടുത്തതാ തക്തുബാനി, നിങ്ങൾ രണ്ടുപേരും എഴുതുന്നു. അപ്പൊ എന്താ എഴുതണ്ടേ? അന്തുമ. അന്തുമ, അന്തുമ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ അന്തുമ എന്ന് എഴുതി കൊടുക്കാം. തജ്മഊൻ ശേഖരിക്കുന്നു. അപ്പൊ അവിടെ എന്താണ്? അന്തും തജ്മഊൻ, നിങ്ങൾ ശേഖരിക്കുന്നു. അന്തും എന്ന് എഴുതാം. അടുത്തതോ തുസമ്മിംന. തുസമ്മിംന എന്തായിരുന്നു?
ശേഖരിക്കുന്നു. തുസമ്മിംന എന്ന ശേഖരിക്കുന്നു. അപ്പം നിങ്ങൾ ശേഖരിക്കുന്നു. അൻതുന്ന അൻതുന്ന തുസമ്മിംന നിങ്ങൾ ശേഖരിക്കുന്നു. അടുത്തതാ യുലവ്വിന എന്ന് പറഞ്ഞാല് എന്താ വരുന്നത്? കളർ നൽകുന്നു. അപ്പൊ എന്താണ്? അവർ രണ്ടുപേരും ഹുമാ ഹുമാ യുലവ്വിന ഹുമാ എന്ന് എഴുതാം. അടുത്തതാ യക്തഊന യക്തഊന അവർ മുറിക്കുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്താ നമ്മള്? ഹും ഹും അവർ മുറിക്കുന്നു. ഹും യർസുംന യർസുംന ചിത്രം വരക്കുന്നു. അപ്പൊ അവിടെ ഹുന്ന ഹുന്ന യർസുംന അവർ ചിത്രം വരയ്ക്കുന്നു. അവർ ചിത്രം വരയ്ക്കുന്നു. അപ്പൊ ഇവിടെ എഴുതാനുള്ളത് നിങ്ങൾക്ക് ഇതിൽ വന്ന വേർഡ്സുകൾ തന്നെയാണ്. അപ്പൊ അതവിടേക്ക് മനസ്സിലാക്കിയിട്ട് എഴുതാം. നെഹ്നു നോയിദു. അപ്പൊ നോയിദു തന്നിട്ടുണ്ട്, നമുക്ക് അവിടെ നെഹ്നു ആണ് എഴുതേണ്ടത്. തജ്മഊന തന്നിട്ടുണ്ട്, അപ്പൊ അന്തും. അപ്പൊ അവിടുന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് എഴുതാം. മനസ്സിലായില്ല? അപ്പൊ അതൊക്കെ എഴുതിയാൽ മാത്രം പോരാ, പഠിക്കുകയും ചെയ്യാം. എക്സാമിന് വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പൊ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത വർക്ക് എന്താ വരുന്നത്? ഇവിടെ ബ്രാക്കറ്റിൽ തന്നതിന് യോജിച്ചത് ചേർത്തെടുത്ത് എഴുതണം. യാ സാലിമു അന്ത സ്വദീഖി. സാലിമേ നീ എന്റെ കൂട്ടുകാരനാണ് എന്നാണ്. അന്ത. അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതി ഇവിടെ അന്ത. അപ്പൊ അതുപോലെ ബാക്കിയുള്ളതും എഴുതണം. യാ ഫാത്തിമത്തു ഡേഷ് നാജിഹത്തു. അപ്പൊ അവിടെ എന്താ എഴുതേണ്ടത്? അന്തി ഫാത്തിമത്തു. അപ്പൊ അന്തി അത് നമുക്ക് അവിടേക്ക് എഴുതി കൊടുക്കാം. അപ്പൊ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ അവിടുന്ന് അവിടേക്ക് എഴുതട്ടാ. യാ ഫാത്തിമത്തു അന്തി നാജിഹത്തുൻ. എന്താണ് അർത്ഥം? ഫാത്തിമ നീ വിജയിയാണ്. ഫാത്തിമ നീ വിജയിയാണ് എന്നാണ്. അടുത്ത എന്താണ്? യാ അബ്നാഉ ഡേഷ് ലാഇബൂന. എന്താ നമുക്ക് അവിടെ? അന്തും അന്തും എന്ന് എഴുതി കൊടുക്കാം. ആൺകുട്ടികളെ നിങ്ങൾ കളിക്കുന്നവരാണ്. ആൺകുട്ടികളെ, രണ്ടിൽ കൂടുതൽ ആൺകുട്ടികൾ വന്നുകൊണ്ട് അന്തും ആൺകുട്ടികളെ നിങ്ങൾ കളിക്കുന്നവരാണ്. മനസ്സിലാക്കുക. അടുത്തതാ ജവാദുൻ ഉസ്താദി. അപ്പൊ അവിടെ ഹുവ ഹുവ ജവാദ് അദ്ദേഹം എന്റെ ഉസ്താദാണ്. ഹുവ ജവാദുൻ ഹുവ ഉസ്താദുൻ അദ്ദേഹം എന്റെ ഉസ്താദാണ്. അടുത്തതാ ഫാത്തിമത്തു ഡേഷ് ഉഹ്തി. എന്താണ്? ഹിയ ഉഹ്തി. ഫാത്തിമ അവൾ എന്റെ സഹോദരിയാണ്. ഹിയ അവൾ എന്റെ സഹോദരിയാണ്. യാ ഇബ്നു വയാ ബിന്തു ഡേഷ് തൽഅബാനി. അന്തുമാ അന്തുമാ മോനെ മോളെ. ഇബ്നു വയാ ബിന്തുമാ മോനെ മോളെ. നിങ്ങൾ രണ്ടുപേരും അന്തുമാ അന്തുമാ നിങ്ങൾ രണ്ടുപേരും കളിക്കുന്നു. മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തതാ അൽ മുസ്ലിമൂന ഡേഷ് യദ്ഹബൂന ഇലാ മക്ക. എന്താണ്? മുസ്ലിങ്ങൾ മക്കയിലേക്ക് പോകുന്നു. ഹും ഹും മുസ്ലിങ്ങൾ മക്കയിലേക്ക് പോകുന്നു. ഹും അവർ മക്കയിലേക്ക് പോകുന്നു. മനസ്സിലാക്കാം. അടുത്തതാ ഡേഷ് മുസ്ലിമുൻ ഇസ്ലാമുദ്ദീനി. ഞാൻ മുസ്ലിമാണ്. അന മുസ്ലിമുൻ ഞാൻ മുസ്ലിമാണ്. ഇസ്ലാം എന്റെ മതമാണ്. അന എന്ന് എഴുതാം. അന മുസ്ലിമുൻ ഞാൻ മുസ്ലിമാണ്. ഇസ്ലാം എന്റെ മതമാണ്. മനസ്സിലാക്കിയിട്ട് എഴുതാം. അടുത്തത് എന്താണ്? ഏകവചനവും ബഹുവചനവും മനസ്സിലാക്കാനാണ്. സ്വദീഖുൻ കൂട്ടുകാരൻ. അസ്തിക്കാവുൻ കൂട്ടുകാർ. കൂട്ടുകാർ കുറെ പേര്. സ്വദീഖുൻ തന്നെ കൂട്ടുകാരൻ തന്നെ ഒരാളാണ്. അസ്തിക്കാവുൻ എന്ന് പറഞ്ഞാല് കുറെ പേര് കൂട്ടുകാരൻ. അപ്പൊ കൂട്ടുകാർ എന്നാണ് നമ്മൾ പറയാം. കലമുൻ പേന. അക്ലാമുൻ പേനകൾ. ലൗനുൻ നിറം. അൽവാനുൻ നിറങ്ങൾ. തോലിബ് വിദ്യാർത്ഥി. തുല്ലാബുൻ വിദ്യാർത്ഥികൾ. വറക്ക കടലാസ് പേപ്പർ. ഔറാഖുൻ കടലാസുകൾ. തോലിബത്തുൻ വിദ്യാർത്ഥിനി.
തോലിബത്തുൻ വിദ്യാർത്ഥിനി, തോലിബാത്തുൻ വിദ്യാർത്ഥിനികൾ. അടുത്ത് സൂറത്തുൻ ചിത്രം, ഫോട്ടോ. അപ്പോ സുവറുൻ സുവറുൻ ഫോട്ടോകൾ. അന്ത നീ, അന്തും നിങ്ങൾ, അന്തി നീ അതായത് സ്ത്രീ, അന്തുന്ന നിങ്ങൾ, അന്തി നീ, അന്തുന്ന നിങ്ങൾ കൂടുതൽ പേര്. അപ്പോൾ അന്ത നീ, അന്തും നിങ്ങൾ കൂടുതൽ പേരുള്ളതുകൊണ്ടാണ്, പുരുഷന്മാരാണ് അത് കേട്ടോ. അന്തി നീ സ്ത്രീയെയാണ് തി, അന്തുന്ന നിങ്ങൾ സ്ത്രീകള് കൂടുതൽ. അപ്പൊ മനസ്സിലാക്കാം കേട്ടോ. അടുത്തത് അന ഞാൻ, നഹ്നു ഞങ്ങൾ, അന നഹ്നു മനസ്സിലാക്കാം. ഹുവ അവൻ, ഹും അവർ പുരുഷന്മാര് ആണ് മനസ്സിലാക്കുക. ഹിയ അവൾ, ഹുന്ന അവർ കൂടുതൽ പേര് മനസ്സിലാക്കാം, സ്ത്രീകൾ കേട്ടോ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ അടുത്ത എന്താണ് ഇവിടെ നമുക്ക് മുൻഫസിലായ ലൊമീറുകൾ, വേർപിരിഞ്ഞ് നിൽക്കുന്ന മുൻഫസിലായ ലൊമീറുകൾ ഇവിടെ മനസ്സിലാക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞത് തന്നെയാണ്. ഹുവ ഹുമാ ഹും, ഹുവ ഹുമാ ഹും എന്താണ് അവൻ, ഹുവ എന്ന് അവൻ ഒരാളാകുമ്പോൾ നമ്മൾ ഹുവ എന്ന് പറയും. അവൻ, ഹുമാ അവർ രണ്ടുപേർ, അവർ രണ്ടുപേർ, ഹും അവർ, അവർ, ഹുമാ അവർ രണ്ടുപേർ, ഹും അവർ മനസ്സിലാക്കാം. പിന്നെ ഹിയ ഹുമാ ഹുന്ന, ഹിയ ഹുമാ ഹുന്ന ഹിയ അവൾ, ഹുമാ അവർ രണ്ടുപേര്, ഹുന്ന അവർ. അപ്പം ഒരാള്, രണ്ടുപേര്, രണ്ടിൽ കൂടുതൽ പേര്, ഹുന്ന മനസ്സിലാക്കുക. അന്ത അന്തുമാ അന്തും നീ, നിങ്ങൾ രണ്ടുപേർ, അന്തും നിങ്ങൾ മനസ്സിലാക്കുക. അന്തി അന്തുമാ അന്തുന്ന, അന്തി സ്ത്രീകളാണ്, നിങ്ങൾ, അന്തി നീ, നിങ്ങൾ രണ്ടുപേർ, നിങ്ങൾ അതായത് കൂടുതൽ പേര്. അന ഞാൻ, നഹ്നു ഞങ്ങൾ, അത് ഒരുപോലെയാണല്ലോ, പുരുഷന്മാർക്കും സ്ത്രീകളാണെങ്കിൽ ഞാൻ, ഞങ്ങൾ അങ്ങനെയല്ല പറയാ. അപ്പൊ അത് മനസ്സിലാക്കാം. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അന്ത അന്തുമാ അന്തും, അന്തി അന്തുമാ അന്തുന്ന, അന നഹ്നു മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇവിടെ എന്താ വന്നത്, ഉദാഹരണത്തിലേതുപോലെ യോജിച്ച മുൻഫസിലായ ലമീറുകളെ ഇവിടെ അടയാളപ്പെടുത്തണം. ഹാദ ഇബ്നു ഡേഷ് ദാരിസുൻ, അപ്പൊ ഹുവ ഇത് മകനാണ്, ഹാദ ഇബ്നു ഇത് മകനാണ്, അവൻ വിദ്യാർത്ഥിയാണ്, ഹുവ അവൻ വിദ്യാർത്ഥിയാണ്, ഹുവ എന്ന് എഴുതി. അപ്പൊ അതുപോലെ നമുക്ക് താഴെയുള്ളത് എഴുതി കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് എടുത്ത് നമ്മൾ കണ്ടെത്തണം. എന്താണ് ഹാദാനി ഇബ്നാനി, ഹാദാനി ഇബ്നാനി എന്ന് പറഞ്ഞാല് ഇവർ രണ്ടുപേരും ആൺകുട്ടികളാണ്, ഇവർ രണ്ടുപേരും ആൺകുട്ടികളാണ്. ഹാദാനി രണ്ടുപേരും ആൺകുട്ടികളാണ്. അപ്പൊ രണ്ടുപേർക്ക് നമ്മൾ എന്താണ് ഹുമാ, ഹുമാ ദാരിസാനി രണ്ടുപേരും വിദ്യാർത്ഥികളാണ്, രണ്ടുപേരും വിദ്യാർത്ഥികളാണ്. അടുത്തത് അതുപോലെ ഹഉലാഇ അബ്നാഉൻ, ഹഉലാഇ അബ്നാഉൻ ഇവർ ആൺകുട്ടികളാണ്, ഹഉലാഇ അബ്നാഉൻ ഇവർ ആൺകുട്ടികളാണ്. അപ്പോഴാ കൂടുതൽ പേരുണ്ട് അവിടെ, അതുകൊണ്ടാണ് ഇവർ എന്ന് പറഞ്ഞത്. ഇവർ ആൺകുട്ടികളാണ്. അപ്പൊ എന്താണ് ഹും ദാരിസൂന, ഹും ദാരിസൂന അവർ വിദ്യാർത്ഥികളാണ്, അവർ വിദ്യാർത്ഥികളാണ് മനസ്സിലാക്കുക. അടുത്ത ഹാദിഹി ബിന്തുൻ ഇത് പെൺകുട്ടിയാണ്. അപ്പൊ ഹിയ ദാരിസത്തുൻ ഇവൾ വിദ്യാർത്ഥിനിയാണ്, ദാരിസത്തുൻ വിദ്യാർത്ഥിനിയാണ് മനസ്സിലാക്കുക. അടുത്തതാ ഹാത്താനി ബിന്താനി, ഹാത്താനി ബിന്താനി ഇവർ രണ്ടുപേരും പെൺകുട്ടികളാണ്, ഇവർ രണ്ടുപേരും പെൺകുട്ടികളാണ്.
ഹുമാ രണ്ടുപേര്, ദാരിസത്താനി രണ്ടുപേരും വിദ്യാർത്ഥിനികളാണ്. ഹഉലാഇ ബനാത്തുൻ ഇവർ പെൺകുട്ടികളാണ്, ഇവർ പെൺകുട്ടികളാണ്. പിന്നെന്താണ്? ഹുന്ന ഇവർ വിദ്യാർത്ഥികളാണ്. ദാരിസാത്തുൻ ദാരിസാത്തുൻ വിദ്യാർത്ഥികളാണ്. മനസ്സിലാക്കുക. അടുത്തത് നമുക്കിവിടെ പൂരിപ്പിച്ചു കൊടുക്കണം. എന്താ പൂരിപ്പിക്കേണ്ടത്? ഹുവ ഡാഷ് ഹും. അപ്പൊ നമ്മൾ മേലെ ഒരു ബോക്സ് പഠിച്ചിരുന്നു, അതിലുള്ള ഹുവ ഹുമ ഹും. അപ്പൊ ഇടയിലുള്ളതാണ് വിട്ടത്. അപ്പൊ അത് അവിടേക്ക് നോക്കിയിട്ട് പൂരിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ വായിക്കാം, അപ്പൊ നിങ്ങൾ എഴുതുന്നവര് പാഠഭാഗത്ത് മേലെ നോക്കിയാൽ മതി. മനസ്സിലാക്കാം. ഹുവ ഹുമ ഹും. അപ്പൊ ഇനി ഞാൻ അർത്ഥം പറയുന്നില്ല, മനസ്സിലാക്കാം. അടുത്തതാ ഹിയ ഹിയ ഹുമ ഹുന്ന. അപ്പൊ അതിന്റെ ബാക്കി രണ്ടെണ്ണം എഴുതണം. ഹിയ ഹുമ ഹുന്ന. മനസ്സിലാക്കുക. അടുത്തത് അന്ത അന്ത അന്തുമാ അന്തും. അന്ത അന്തുമാ അന്തും. അടുത്തത് അന്തി അന്തി അന്തുമാ ഇവിടെ ഉണ്ട്. അന്തുന്ന അന്തുന്ന. അടുത്തതോ അന നഹ്നു അന നഹ്നു. ഇനിയും നമുക്ക് ഉദാഹരണത്തിലേതുപോലെ നമ്മൾ പഠിച്ച വേർഡ്സുകൾ ചേർത്തിട്ട് ഡൊമീറുകൾ ചേർത്തിട്ട് പൂരിപ്പിച്ചു കൊടുക്കാനാണ്. അപ്പൊ അത് നമുക്ക് കൂടുതൽ വർക്കുകൾ തരുന്നത് എന്താണ്? നമുക്ക് അത് ചേർക്കുന്നത് മനസ്സിലാക്കാനാണ്. അപ്പൊ അത് അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാന്. അപ്പൊ ഇവിടെ എന്താ? യാ ഇബ്നു അന്ത ദാരിസുൻ. യാ ഇബ്നു അന്ത ദാരിസുൻ എന്താണ്? മോനെ നീ വിദ്യാർത്ഥിയാണ്. മോനെ നീ വിദ്യാർത്ഥിയാണ്. അന്ത. അടുത്തതാ യാ ഇബ്നാനി. ഇബ്നാനി രണ്ടുപേര് വന്നു. അപ്പൊ എന്താണ്? അന്തുമാ ദാരിസാനി. രണ്ട് ആൺകുട്ടികളെ, നിങ്ങൾ രണ്ടുപേരും വിദ്യാർത്ഥികളാണ്. മനസ്സിലാക്കുക. അടുത്തത് യാ അബ്നാഉ. യാ അബ്നാഉ ആൺമക്കളെ. യാ ആൺമക്കളെ. അപ്പൊ എന്താണ്? അന്തും അന്തും ദാരിസൂന നിങ്ങൾ വിദ്യാർത്ഥികളാണ്. ആൺമക്കളെ എന്ന് പറയുമ്പോ കുറെ പേരുണ്ട്. ആൺമക്കളെ അന്തും ദാരിസൂന നിങ്ങൾ വിദ്യാർത്ഥികളാണ്. മനസ്സിലാക്കുക. അടുത്ത യാ ബിന്ത് പെൺകുട്ടി. അപ്പൊ അവിടെ നമുക്ക് അന്തി അന്തി ദാരിസത്വൻ നീ വിദ്യാർത്ഥിനിയാണ്. യാ ബിന്താനി രണ്ടുപേര് പെൺകുട്ടികളെ നിങ്ങൾ രണ്ടുപേരും എന്താണ്? അന്തുമാ ദാരിസത്താനി അന്തുമാ ദാരിസത്താനി രണ്ടുപേരും വിദ്യാർത്ഥിനികളാണ്. നിങ്ങൾ രണ്ടുപേരും വിദ്യാർത്ഥിനികളാണ്. അടുത്തത് അതുപോലെ യാ ബനാത്തുൻ യാ ബനാത്തു അന്തുന്ന ദാരിസാത്തുൻ പെൺകുട്ടികളെ നിങ്ങൾ വിദ്യാർത്ഥികളാണ്. അന്തുന്ന കൂടുതൽ പേര്. അന ഇബ്നു അന ഇബ്നുൻ അന ഇബ്നുൻ ദേശ് ദാരിസുൻ. അന ഇബ്നുൻ ഞാൻ ആൺകുട്ടിയാണ്. അന ഒക്കെ ഇവിടെ അനയാണ് പിന്നെ ഉപയോഗിക്കുന്നത്. അന ഞാൻ ആൺകുട്ടിയാണ്. ദാരിസു ഞാൻ വിദ്യാർത്ഥിയാണ് എന്ന് എങ്ങനെ എഴുതുക? അന്ത ദാരിസുൻ അന്ത ദാരിസുൻ. അന ബിന്തുൻ ഞാൻ പെൺകുട്ടിയാണ്. അന്തി ദാരിസത്തുൻ ഞാൻ വിദ്യാർത്ഥിനിയാണ്. നഹ്നു അബ്നാഉൻ ഞങ്ങൾ ആൺകുട്ടികളാണ്. ഞങ്ങൾ കൂടുതൽ പേരുണ്ട്. അപ്പൊ എന്താണ്? അന്തും അന്തും ദാരിസൂന ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. നഹ്നു ബനാത്തുൻ ഞങ്ങൾ പെൺകുട്ടികളാണ്. ഞങ്ങൾ പെൺകുട്ടികളാണ്. അപ്പൊ എന്താണ്? അന്തുന്ന അന്തുന്ന ദാരിസാത്തുൻ ഞങ്ങൾ വിദ്യാർത്ഥിനികളാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കൂടുതൽ ഉദാഹരണങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക. വലിയൊരു പാഠമായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ നമുക്ക് വന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ഇവിടെ വരുന്നത്. അത് പാഠം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താ ഇവിടെ വന്നത്? ഇവിടെ നമുക്ക് ലമീറുകള് തന്നിട്ടുണ്ട്. ഖുറാനിൽ നിന്ന് വന്ന ചെറിയ വേർഡ്സുകളാണ് ഇവിടെ. ആയത്ത് മുഴുവനായിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ലമീറിന് അടിവരയിട്ട് കൊടുക്കണം. ലമീർ മുൻഫസിൽ കണ്ടിട്ട് അതിന് അടിവരയിട്ട് കൊടുക്കാം. വാന തവ്വാബുർ റഹീം. അപ്പൊ അതിലേതാണ്? നമുക്കൊക്കെ അറിയാലോ, നമ്മൾ ഇതുവരെ പഠിച്ചില്ലേ? ആന എന്നർത്ഥം പറയണോ?
ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ്. ഞാൻ മനസ്സിലാക്കുക. അടുത്തതാ കാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നഹ്നു ഞങ്ങൾ. അവർ പറഞ്ഞു നിശ്ചയം ഞങ്ങൾ നന്നാക്കുന്നവരാണ്. അവർ പറഞ്ഞു നിശ്ചയം ഞങ്ങൾ നന്നാക്കുന്നവരാണ്. ഞങ്ങൾ വന്നു. അടുത്തതാവ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. ഹും വന്നല്ലേ, അവർ വിജയികളാണ്. അവർ. അടുത്തത് ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഇന്നക അൻതൽ അലീമുൽ ഹകീം. എന്താണ് ഇതിലെന്താ വന്നത്? അന്ത. നിശ്ചയം നീ എല്ലാം അറിയുന്നവനും തന്ത്രജ്ഞാനിയുമാണ്. നിശ്ചയം നീ എല്ലാം അറിയുന്നവനും തന്ത്രജ്ഞാനിയുമാണ്. അടുത്തത് ഖുൽ ഹുവല്ലാഹു അഹദ്. ഹുവ ഹുവന്നു. നബിയെ താങ്കൾ പറയുക അവൻ അല്ലാഹു ഒരുവനാണ്. അവൻ ഒന്നു മനസ്സിലാക്കുക. അടുത്തത് ഹുന്ന ലിബാസുൻ ലക്കും വ അൻതു ലിബാസുൻ ലഹുന്ന. ഹുന്ന വ അൻതും രണ്ട് വേർഡ്സുകൾ വന്നിട്ടുണ്ട് അതില്. ഇപ്പൊ എന്താണ്? അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്. ലിബാസുൻ അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്. നിങ്ങൾ അവർക്കും വസ്ത്രമാണ്. അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്. നിങ്ങൾ അവർക്കും വസ്ത്രമാണ്. അപ്പൊ ഹുന്ന വ അൻതും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. ഇത്രയാണ് അവിടെ വന്നത്. അടുത്തത് ഇനി എന്താണ്? കൂപ്പി പകർത്ത. അപ്പൊ ഖുർആനിൽ വന്ന ളമീർ മുൻഫസിലാണ്. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുന്ന, അന്ത, അന്തുന്ന. അപ്പൊ ആദ്യം ഇതിന്റെ മേൽക്കൂടെ രീതി മനസ്സിലാക്കി എഴുതുക. എന്നിട്ട് താഴെ ഈ ലൈനിലേക്ക് അത് പകർത്തി എഴുതുക. അപ്പൊ ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ മനസ്സിലാക്കാനുള്ളത്.